അച്ഛന്മാരെ എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 50 രൂപയ്ക്ക് ഒരു ഹോം തിയേറ്റർ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. ഫിലിപ്സിന്റെ ഒരു 5.1 ഹോം തിയേറ്ററാണ് ഇന്ന് നമുക്ക് 50 രൂപ കിട്ടിയിട്ടുള്ളത്. വേറെ ഇടത്തുനിന്നുമല്ല, ഇന്ന് ഞാനൊരു സ്ക്രാപ്പ് കടയിൽ സ്ക്രാപ്പ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ കിടന്ന വെച്ചാണ്. അപ്പോൾ എന്തായാലും എടുത്തുകൊണ്ട് പോകുന്നു. നമുക്ക് ഇന്ന് സർവീസ് ചെയ്യാനുള്ള സെറ്റപ്പാണ് നോക്കാം. സർവീസ് ചെയ്യാണ്ട് പറ്റത്തില്ല, കാരണം മഴയൊക്കെ നനഞ്ഞ് മൊത്തം ചോറായി കിടക്കുവാണ്. അപ്പോൾ നല്ലൊരു ബ്രാൻഡായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് സർവീസ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കണം. എന്തായാലും നമുക്കിതൊന്ന് അഴിച്ച് ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ ആക്കണം. അതേപോലെ തന്നെ എല്ലാ ബോർഡുകളും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയൊക്കെ വേണം. അപ്പോൾ ഇതിന്റെ എൻകോഡറും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്വിച്ചും ഒക്കെ നല്ലപോലെ തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അഴിക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രൂസ് എല്ലാം അഴിച്ചിട്ട് നമുക്കൊന്ന് അഴിക്കാനായിട്ട് നോക്കാം. അതിൻ്റെ കവർ അഴിച്ച് മാറ്റിയിട്ട് ഇന്ത്യയുടെ പാർട്സിന് എന്തെങ്കിലും തകരാറുണ്ടോ, നല്ല മിസ്സിങ് ആണെന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് നോക്കാം. കവർ ഇത്തിരി ടൈറ്റാണ്, ലോക്ക് വീണിരിക്കാം, തുരുമ്പൊക്കെ അടിച്ചേക്കണ കാരണം. അപ്പോൾ നല്ല ഡസ്റ്റാണ്, ഉള്ളിലൊക്കെ നല്ല ഡസ്റ്റായിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇത് ആരാണ്ട് പണിതിട്ടുമുണ്ട്. ബോർഡിലൊക്കെ പണിതതിൻ്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ട്രാൻസ്ഫോർമർ ഇളകിയിരിക്കുകയാണ്. അതേപോലെ തന്നെ വയറിങ്ങിലൊന്നും കുഴപ്പമില്ല, പാർട്സും മിസ്സിങ് ഇല്ല എന്നാണ് കരുതണത്. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കണം, എന്നാലേ പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. ഈ കണ്ടീഷനിൽ നമ്മൾ ഓണായി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കി ഉള്ളത് കൂടി കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ പൊടി കാര്യങ്ങളെല്ലാം തൂത്ത് കളഞ്ഞ് ബോർഡൊക്കെ ഒന്ന് അഴിച്ച് ബോർഡൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം. ഇവിടെ ഒരു ജോയിൻറ്റ് കാണുന്നുണ്ട്. നമ്മുടെ ട്രാൻസ്ഫോറിൽ നിന്നുള്ള ഔട്ട് ഒരു ജോയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇൻസുലേഷൻ ടേപ്പൊക്കെ ഇട്ട് ജോയിൻറ്റ് അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആരാണ്ട് ഇതിലൊരു പണി പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്ഫോർമർ ഊരിയിരിക്കുകയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് അഴിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി മൊത്തത്തിൽ ചിലപ്പോൾ ബോർഡ് പോയതും ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ട്രാൻസ്ഫോറൊക്കെ എടുത്ത് മാറ്റിയിട്ട് എല്ലാ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതാണ് അതിൻ്റെ ഇൻപുട്ട് സെക്ഷനും ഔട്ടും എല്ലാം ഇൻസുലേഷൻ്റെ പഠിച്ച് വെച്ചിരിക്കുക. അപ്പോൾ എന്തായാലും കമ്പനി ചെയ്തതല്ല, ആരാണ്ട് പണി പഠിച്ചതാണ്. നമുക്ക് ഈ ബോർഡൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. ബോർഡ് മുഴുവൻ പൊടിയാണ്. അതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ പണിതതിൻ്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഊരിയെടുക്കുന്ന വെച്ചാൽ ചടങ്ങാണ്. നോക്കി സെറ്റപ്പായിട്ട് നമുക്കൊന്ന് ഊരിയെടുക്കാം. ഊരിയെടുത്തൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഈ ബോർഡിലാണെന്നുണ്ടെങ്കിൽ ഇതാ വയറൊക്കെ ഇട്ട് ജമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ജമ്പർ അടിച്ചാണ് ഇട്ടേക്കണേ. അപ്പോൾ എന്തായാലും ഇത് പ്രോപ്പറായിട്ടുള്ള ഒരാൾ റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതല്ല, അത് നമുക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ അതേപോലെ തന്നെ നല്ല ഡസ്റ്റുമാണ് ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ. അതിപ്പോൾ മഴ കൊണ്ട് കിടന്നതിൻ്റെ പ്രശ്നമായിരിക്കണം. അപ്പോൾ നല്ല പുറത്താണ് കിടന്നുവെച്ചത്. അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നണം. കാരണം കാര്യമായിട്ടുള്ള കുഴപ്പം ഇതിൻ്റെ അകത്തില്ല. കാഴ്ചയിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ പ്രിൻറ്റിൻ്റെ സൈഡിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ബോർഡിൻ്റെ സെറ്റപ്പിൽ കണ്ട ഇവിടെയൊക്കെ മുഴുവൻ ഡസ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുത്താലേ കാര്യമുള്ളൂ. എന്നാലും നമുക്ക് വർക്കിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പ്രിൻറ്റിലൊന്നും കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ക്ലീനിങ്ങിന് പറ്റിയിട്ടുള്ള കെമിക്കൽ എടുക്കാം. പക്ഷേ ഞാനിവിടെ എടുക്കുന്നത് പെട്രോളാണ്. അതായത് നമുക്ക് പെട്രോൾ ഇവിടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പെട്രോൾ ഇട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതായത് നമുക്ക് ഈ വേപ്പറൈസായി പോകുന്ന ഏത് കെമിക്കൽ വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ പെട്രോൾ ഇത്തിരി കൂടി എളുപ്പമാണ്, വണ്ടിക്കകത്ത് നൂറ്റിയാൽ മതിയല്ല. അപ്പോൾ എന്തായാലും അതെടുത്ത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബോർഡ് പെർഫെക്റ്റ് ആക്കി എടുക്കാം. എന്തായാലും പ്രിൻ്റൊക്കെ നല്ല സൂപ്പറായിട്ട് തെളിഞ്ഞാനുണ്ട്. പൊടിയും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി പ്രിൻ്റൊക്കെ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ആംപ്ലിഫയർ ബോർഡ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പണി തുടങ്ങാം. ആദ്യമായിട്ട് നമ്മുടെ ആംപ്ലിഫയർ ബോർഡുമായി ജമ്പർ അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ പവർ സപ്ലൈയുടെ ഒരു പ്രിന്റ് പോയിട്ട് അത് വയറിട്ട് ജമ്പർ അടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് അതങ്ങോട്ട് കട്ട് ചെയ്ത് ദൂരെ കളയാം. ഫ്രണ്ട് പാനലിൻ്റെ ബോർഡ് എന്ന് വെച്ചാൽ അഴിക്കാനായിട്ട് ഇത്തിരി ചടങ്ങാണ്. നോക്കിയിട്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും കാണൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ തന്നെ വെച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാനുള്ള സെറ്റപ്പാണ് നോക്കണേ. ഇതിൽ തന്നെ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പ്രിൻറ്റിലും വലിയ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ ഉള്ള ഫ്രെയിമിലുള്ള പൊടികളും കാര്യങ്ങളെല്ലാം തട്ടിക്കളയണം. എല്ലാം കൂടി ക്ലീൻ ആക്കിയിട്ട് ബാക്കി നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമർ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 18 വോൾട്ട് സെൻറ്റർ ടാപ്പിടാണ്. അപ്പോൾ നമുക്ക് സെൻറ്ററുമായിട്ട് സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ സ്പാർക്കുണ്ട്. അപ്പോൾ സെൻറ്ററുമായിട്ട് ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് കൂടി നോക്കാം. അപ്പോൾ ആ സെൻറ്റർ ടാപ്പിഡ് ട്രാൻസ്ഫോർമർ ഓക്കെയാണ്. പിന്നെ നമുക്കിനി ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ ബോർഡിൽ നമുക്കൊരു പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നു. ബോർഡിൽ ആ പ്രിൻറ്റ് പോരുന്നില്ലേ, ആ പ്രിൻറ്റ് അവർ വയറിട്ട് ജമ്പർ അടിച്ച് വെച്ചാണ്. അത് നമുക്ക് പ്രോപ്പറായിട്ട് ഇത്തിരി കട്ടിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്യണം. ആവശ്യമില്ലാത്ത വയറും കാര്യങ്ങളൊക്കെ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യണം.
ഇടക്ക് ഇതിപ്പോൾ സപ്ലൈ ലൈനെ ആകാറേ ഷോർട്ടാകാത്ത രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഇത്തിരി കട്ടിക്ക് തന്നെയാണ് ചെയ്യുന്നത്, കാരണം അത് ഇൻകവർ സെക്ഷനാണ് ആ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇത്തിരി കനത്തിൽ തന്നെ നമ്മൾ സോൾഡർ ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ തമ്മിൽ ഷോർട്ടാകാതെയും നോക്കണം. അപ്പോൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാൻ കരുതി നമ്മളിങ്ങനെ തന്നെ സെല്ലർ ടാപ്പ് കണക്ഷൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓണാക്കി നോക്കാന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഓണാക്കി നോക്കാം. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ പവർ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പവറിൻ്റെ ഭാഗം ഓക്കെയാണ്, ബാക്കിയൊന്നും കാണുന്നില്ല. അങ്ങനെയാണ് ആർക്കറിയാം, വേറെ ഇൻഡിക്കേഷൻ ഒന്നും വന്നില്ല. എൻകോഡർ തിരിച്ചാൽ മാത്രമേ ബാക്കി വരത്തുള്ളൂ. ഓക്കെ, 5.1 സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വോളിയം എൻകോഡറിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 2.1 സെക്ഷൻ്റെ ബട്ടൺ 2.1 ഓക്കെയാണ്. അപ്പോൾ 2.1 വന്നില്ല, 2.0 ഓക്കെയാണ് കേട്ടോ. അത് ചിലപ്പോൾ റിമോട്ടിലാകത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴേ ആകത്തുള്ളായിരിക്കും. അപ്പോൾ എന്തായാലും സംഭവം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓണായതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ചെറിയൊരു പരിപാടിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു. ആ ഒരു പ്രിൻറ്റിൻ്റെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി ഓഡിയോ കൂടി കണക്ട് ചെയ്ത് നോക്കിയാലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇരപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പീക്കർ കണക്ട് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും ഞാൻ സ്പീക്കർ കണക്ട് ചെയ്ത് നോക്കട്ടെ. എന്തായാലും നമ്മുടെ വീഡിയോ കുറേ ലാഗാവും. സ്പീക്കർ കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു നോയ്സ് പോലും ഇല്ല. വളരെ ക്ലാസിക് ആയിട്ടുള്ളൊരു ക്ലാസ് സൗണ്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പാട്ടിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടച്ചിട്ട് നമുക്കൊരു പാട്ട് ഇട്ടിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയപ്പോൾ റൂമിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ഒരു ബ്ലൂടൂത്തിൻ്റെ റിസീവർ കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വയർലെസ് ആയിട്ട് ഉപയോഗിക്കില്ല അതാണ്. അപ്പോൾ 2 ടോപ്പ് സ്പീക്കറും നമ്മുടെ സബ് വൂഫറും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം അറിയാം.